എന്താണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഞാൻ ആലോചിച്ചിരുന്ന നിങ്ങൾക്ക് എന്താ ഇത് കണ്ട നല്ല ഹെൽത്തി ആണല്ലേ? ഇപ്പൊ എന്താ ഇതൊക്കെ എന്നോട് പറയാൻ കാര്യം? ഞാനെന്നേ എൻ്റെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ആ വയറും കൂടി ഒന്ന് കുറഞ്ഞ ഞാൻ പൊളിക്കും. നീയേ നമുക്ക് ഈ ആഴ്ച കുറച്ച് മട്ടൻ സൂപ്പൊക്കെ ഉണ്ടാക്കണം. എന്ത് കാര്യത്തിന്? കുറച്ച് മട്ടൻ സൂപ്പൊക്കെ കഴിച്ചെൻ്റെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അത് തന്നെ ചോദിച്ചത്. ഇപ്പൊ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് സംരക്ഷിക്കാനും ഒക്കെ ഇപ്പൊ പെട്ടെന്നൊരു ഭൂതോദയം ഉണ്ടായോ? അതൊന്നല്ല, നിന്റെ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ പറയരുതല്ലോ ഓ ഒരു ഇളവനാണെന്ന്. അതിപ്പോ എന്റെ കൂടെ നടന്നാലും നടന്നില്ലേലും ആൾക്കാർ പറയും കളവനാണ്. പറയത്തില്ലെന്നേ, അത് മുടിയില്ലാത്തോട് തോന്നുന്നതാണ്. അതെ, നിങ്ങളിപ്പോ ആര് പറഞ്ഞിട്ടാ ഈ ഹെൽത്ത് നോക്കാനൊക്കെ ആയിട്ട് ലാബിലൊക്കെ പോയത്? എടാ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റിയേ? എടാ നിന്റെ ജീവിതത്തിൽ ഇനി കിരൺ ഉണ്ടാവില്ലടാ. കിരണം ഉണ്ടാവില്ലേ? അസ്തമിക്കാൻ പോവാ. ആ സൂര്യകിരണങ്ങൾ വൈകുന്നേരം ആകുമ്പോ എപ്പോഴും അസ്തമിക്കും. ഇനി എന്നേക്കുമായി ഞാൻ അസ്തമിക്കാൻ പോവാടാ. നീയോ? നിനക്കെന്നാ പറ്റി? ഞാൻ ആ പേട്ട് വർക്കിയുടെ കൂടെ ഹെൽത്ത് ചെക്കപ്പിന് പോയടാ. ആ അയാൾക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് കൊളസ്ട്രോൾ 249. കൊളസ്ട്രോളോ? നിനക്കോ? എനിക്കിനി ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ പോലും തല കറങ്ങും. ദൈവമേ, എനിക്കിനി കഞ്ഞിയും കുടിച്ച് ജീവിക്കാനേ പറ്റത്തുള്ളൂ. ഈ പ്രായത്തിൽ കൊളസ്ട്രോൾ എന്റെ പൊന്നോ. ശവത്തെ കുത്തരട മാറി. ഞാനെന്ത് ചെയ്യാനാ? നീ നിന്നേന്റെ. ഞാൻ എങ്ങനെ ഇനി ജീവിക്കും? എടാ ബീഫൊക്കെ കഴിക്കുമ്പോ കുറേശ്ശെ കഴിക്കണം. അതൊന്നും ഇപ്പൊ പറയല്ലേ, എനിക്ക് ബീഫ് മിസ്സാവും. അല്ല നീ പേടിക്കൊന്നും വേണ്ട. ഇനി ഫുഡിലൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് മാത്രം ഇങ്ങനെ പേടിച്ച് കരഞ്ഞോണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലേ? എന്നാലും കുഴിമന്തി ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എടാ എന്തുവേടേ, നീ ഉണ്ടെങ്കിലല്ലേ കുഴിമന്തി തിന്നാൻ പറ്റത്തുള്ളൂ. ആരും നീ നിന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂ നീ ഒന്ന് റെഡിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ സ്നേഹം കൊണ്ടൊരു കാര്യം പറയട്ടെ. നീയും ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തോ? നമ്മൾ ഒരുമിച്ചാണല്ലോ കുറച്ചധികം കുഴിമന്തി കഴിച്ചത്. ഞാൻ കുറച്ചൊക്കെ പണി കിട്ടിക്കുന്നുണ്ട്. പിന്നെ നിന്റെ അത്രയും ഫുഡ് ഞാൻ വലിച്ച് കയറ്റി കഴിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയില്ല. എന്നാലും അല്ല എന്നാലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കല്ലേ. നീ നോക്കിക്കോടാ, ഞാനില്ലെങ്കിലും നിനക്ക് ജീവിക്കണമല്ലോ. നിനക്കൊരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ ഞാൻ എല്ലാം നോക്കണം. എന്ത് ബുദ്ധിമുട്ട്? എടാ അതെ, ഇന്ന് നമ്മുടെ ക്ലാരാൻഡി എന്നോടത്ത് വാടക വെച്ചാൽ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ ടെൻഷൻ അടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ പെറുക്കി വിളിച്ചിട്ട് എന്നെ കൊണ്ട് അങ്ങോട്ട് പോയി ഇത്രയും വലിയൊരു ഊരാ കൊടുക്കി കൊണ്ടിട്ടത്. എടാ നീ ആ കാര്യത്തില് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. പുള്ളി വല്ലതും പറഞ്ഞായിരുന്നു ഓർക്കിച്ച്? ഇല്ല, അയാൾ ഭയങ്കര ഹാപ്പി അല്ലേ? ആരാണ്ട നെഞ്ചത്ത് ഇങ്ങനെ ഇത് കിട്ടിയപ്പോ അയാൾക്ക് ഭയങ്കര ഹാപ്പി. അയാളിപ്പോ എന്തൊക്കെയോ പറയാനായിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. പുള്ളിയുടെ ഹാപ്പി ഇപ്പൊ മാറിക്കിട്ട് ലാവില നമ്മള് അസുഖം വരുന്ന മുന്നേ ശ്രദ്ധിക്കണമല്ലോ. നിന്നെ കഷ്ടപ്പെടുത്തിക്കാൻ ഞാൻ തയ്യാറല്ല. വീട്ടു കയ്യെന്ന് ആരാ ഈ തങ്കമണി? ഏത് തങ്കമണി? ഏത് തമ്മണിയല്ല, ഏത് തങ്കമണി, അതാണ് എനിക്കറിയേണ്ടത്. ഞാൻ ദിലീപിന്റെ പടം കണ്ടല്ലേ? അയ്യോ, ദിലീപിന്റെ പടം തങ്കമണിയുടെ കാര്യമല്ലേ പറഞ്ഞത്. നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന തങ്കമണി ആരാന്നാ ചോദിച്ചത്. മൊബൈൽ അങ്ങനത്തെ ഒരു പേരുണ്ടോ? അയ്യോ, ഒന്നും അറിയത്തില്ല ഇള്ള കുഞ്ഞ്. പിന്നെ സത്യം പറഞ്ഞ മനുഷ്യ, ആരോട് തങ്കമണി? എനിക്ക് എന്നത്തിന്റെ കേടാ? എന്നത്തിന്റെ കേടാ? അതെനിക്കറിയാൻ ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്നത്തിന്റെ കേടാ? ആരാ തങ്കമണി? ഫോണിൽ ഞാൻ കണ്ടല്ല. ആരാ തങ്കമണി? നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന തങ്കമണി ആരോടോ? ഞാൻ നീ വിട്. പറയടോ, പറ. നീ ഒരു നിഷ്കളങ്കനെയാണ്. നീ വെറുതെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. എനിക്ക് കൂടുതലൊന്നും അറിയണ്ടേ. തങ്കമണി ആരാന്ന് അറിഞ്ഞാ മതി. എടി പൊട്ടി, അത് നമ്മളെ കനകനുണ്ട് ഉണ്ടല്ലോ, വടക്കേല കനകൻ, അവന്റെ ഭാര്യയുടെ പേരാ തങ്കമണി. ആ ഫോൺ ഇങ്ങോട്ട് വന്നേ. കനകന്റെ ഭാര്യയുടെ പേര്. എന്നാ പിന്നെ കനകനെ പരിചയമെങ്കിൽ കനകനുമായിട്ട് ചാറ്റ് ചെയ്താ പോരെ. എന്തിനാ തങ്കമണിയായിട്ട് ചാറ്റ് ചെയ്തത്? കനകന്റെ അടുത്ത് പറയാൻ പറ്റുമോ? അവന്റെ ഫേസ്ബുക്ക് ID അവന്റെ ഭാര്യന്റെ പേര് മാറ്റി എന്റെ കെട്ടിയോള് ക്ലാരന്റെ പേര് വെക്കാൻ പറയാൻ പറ്റുമോ? ഓ, എനിക്ക് ലോക്ക് അറിയത്തില്ലെന്നോർത്ത് തന്നതല്ലേ. ഞാൻ കണ്ട്, ചാറ്റ് മുഴുവനും കണ്ട്. താൻ എന്നെ ഇത്ര നാള് പറ്റിക്കായിരുന്നല്ലോ. പിടിയോടോ നിന്നെ ഞാൻ. ഒരു സൗണ്ട് കേട്ടാ? അങ്ങനെ കേൾക്കാനുള്ള ഒരു കാരണക്കാരൻ ആരാന്ന് നിനക്കറിയാം? എന്തും മനസ്സിലായില്ല. എടാ ഇപ്പൊ അവിടെ ഒരു അടി പൊട്ടിയതിന്റെ സൗണ്ട് നീ കേട്ടായിരുന്നു? കേട്ടു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ പറഞ്ഞു.
ആ ഇപ്പൊ പുള്ളിയുടെ ഹാപ്പിനെസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. എന്ത്? അതിന് കാരണക്കാരൻ ഞാനാ. എന്താടാ നീ ഒപ്പിച്ച? എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. പുള്ളിക്ക് ഒരു അവിഹിതം ഉണ്ടായതാ. പേട്ട് വർക്കിക്ക് അഭിഹിതവും ഒന്ന് പോകൂടാ. എടെ ഉണ്ടായിരുന്നു. അത് ക്ലാരാൻഡി അറിഞ്ഞു പൊക്കി. നീ ഒന്ന് തെളിച്ച് പറഞ്ഞ് എന്താ സംഭവം? വേറെ നല്ല എനിക്കിത് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വർക്കിച്ചിനെ കുറിച്ച് ആൻറ്റിയുടെ അഭിപ്രായം എന്താ ഇപ്പോഴത്തെ? ഓ വർക്കിച്ചനെ ഇനിയിപ്പോ പെണ്ണ് ആലോചിച്ച് കെട്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇനിയിപ്പോ അഭിപ്രായവും നല്ല ഇതൊക്കെ പറയാനായിട്ട്. അതല്ല, ചിലപ്പോൾ കെട്ടിക്കേണ്ടി വരും. എന്താ വർത്താനാടോ ഈ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആൻറ്റിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂലെന്നുള്ളത്. അന്തസ്സാണ് മെയിൻ. വർക്കിച്ചിൻ്റെ ഈ ഇടയ്ക്കായിട്ടുള്ള പോക്കത്ര ശരിയല്ല. എന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വർക്കിച്ചിൻ്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പഴയ പരിപാടികളുണ്ടായിരുന്നു. ഈ ഹാക്കിങ് പരിപാടികളൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാൻ അതുവഴി വർക്കിച്ചൻ്റെ അക്കൗണ്ട് ഒന്ന് ഹാക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്തോ ഞെട്ടിക്കുന്ന സത്യം? ഞാനത് എങ്ങനെ ആൻറ്റിയോട് നീ ആദ്യം പിടിപ്പിക്കാത്ത കാര്യം പറയടാ. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ ചിലപ്പോൾ ആൻറ്റിക്ക് ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ട്, നീ പറ. അതിപ്പം എങ്ങനെ പറയും, ഞാൻ അതിൻ്റെ അകത്ത് ഒരു തങ്കമണി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൻ്റെ അകത്ത് ചാറ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കി. തങ്കമണി? അതാര്? ഭയങ്കര തങ്കമണി ആരാടാ? തങ്കമണി ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ആ ചാറ്റ് എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മോശം 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 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മോശം. ഞാനതാണ് പറഞ്ഞത്. എനിക്ക് അത്ര മോശമായിട്ട് എനിക്ക് ആൻറ്റിയോട് പോലും പറയാൻ പറ്റത്തില്ല. അയ്യോ, തങ്കമണി ആരായിരിക്കും? അത് വർക്കിച്ചറോട് ചോദിച്ചാൽ അറിയാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട്. ചുമ്മാതല്ല, അങ്ങേർക്ക് ഈയിടെയായിട്ട് എന്നോടൊരു സ്നേഹക്കുറവ്. ആണോ? അതാണ് നമ്മുടെ അന്തസ്സാണല്ലോ മെയിൻ. ഇപ്പം കുടുംബത്തിൽ സമാധാനം ഇല്ല. അങ്ങനെ ഞാൻ ഇപ്പം അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ബാക്ക് സൈഡിലായിരിക്കും. ആന്റി പേടിക്കണ്ട. ആന്റി എന്താണേലും വർക്കിച്ചോടിനോട് ഇത് ചോദിക്കാതിരിക്കൊന്നും ചെയ്യരുത്. ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ചോദിക്കണം. അയാളെ ഇന്ന് ഞാൻ പൊരിക്കും. ആഹാ, ഇവിടെ നിന്നിട്ട് എന്നെ കൊണ്ട് ഇക്കണ്ട പണിയെടുപ്പിച്ചിട്ട് വെറുതെ ഇരുന്ന് തിന്നപ്പോഴത്തേക്ക് അയാൾക്ക് എല്ലിന്റെ ഇട കയറി. അപ്പൊ കണ്ട പെണ്ണുങ്ങടൊക്കെ ചാറ്റ് ചെയ്യണം അല്ലേ? വെച്ച് പുള്ളിനെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഉപദ്രവിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും നിനക്ക് ഇത് എന്നോട് പറയാൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അതിന് നിന്നെ ഞാൻ 100 നന്ദിയുണ്ട് നിന്നോട്. പൊന്നാന്റി, ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും കഴിച്ച് വളർന്നു വരുന്ന ആളല്ലേ. അപ്പൊ ആ ഒരു നന്ദി എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റൂ? എനിക്ക് ഓർത്തിട്ട് തന്നെ നാണക്കേട് തോന്നുക. അതിനേക്കാളും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എന്തുവാ? നമ്മുടെ വർക്കിച്ചൻ ആ പെണ്ണുമ്പുള്ളനെ വിളിക്കണ എന്താന്നറിയോ? പറയാൻ കൊള്ളത്തില്ല. അത് പോട്ടെ, വർക്കിച്ചനെ വക്രിച്ചാനാ വിളിക്കുന്നത്. അതിന്റെ കൂട്ടത്തില് കുറെ ഇമോജി, ഉമ്മ കൊടുക്കണ ഇമോജി. മനുഷ്യൻ എന്നെ നാണം കെടുത്തും. ആ വിഹിതം ഉണ്ടായിരുന്ന പെണ്ണാരായിരുന്നറിയോ? ആ പെണ്ണിന്റെ അക്കൗണ്ട് ആരായിരുന്നു അറിയോ? ഇല്ല. എന്റെ ഒട്ടുക്കത്തെ ചാറ്റിംഗ് അല്ലായിരുന്ന പുള്ളി? ഫേക്ക് ഐഡിയ. ഫേസ്ബുക്കില് ആടിയാണോ പൊട്ടിയത്? അതാണ് ഞാനേ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറഞ്ഞ ആ സൂത്രവാക്യല്ലേ, അതിങ്ങ് ഏറ്റുപിടിച്ച. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടിയത്. തൽക്കാലം നിന്റെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് വേറെ രീതിയിൽ സന്തോഷിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഏത്? എന്റെ മനസ്സിലൊരെണ്ണം പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടൊരു സമാധാനം ഇങ്ങനെ പോകുന്നു. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് പൊലിപ്പിച്ചിട്ടൊന്ന് തല്ലിക്കൊല്ലുന്ന രീതിയിൽ അതൊക്കെ അവിടെ ചെയ്തോളും. നമ്മളൊന്നും ചെയ്യണ്ട. ഇല്ലല്ലേ? പിന്നെ അതിനുള്ള വകുപ്പ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ ശരിയായിട്ടുള്ള സുഹൃത്താടാ. നീ എന്റെ മനസ്സറിഞ്ഞിട്ട് ആ പൊട്ടിയിൽ കൊടുത്തത്. നീ മറ്റേ പച്ചക്കറിയൊക്കെ എന്തെങ്കിലും കഴിച്ച് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യ്. പച്ചക്കറിയിലൊന്നും ഒതുങ്ങും തോന്നുന്നില്ലടാ. ഞാനൊന്ന് ഷുഗർ കഴിക്കണം. നീ ഷുഗർ ചെക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പടി പൊട്ടുന്നുണ്ടാ. പൊട്ടട്ടെ അങ്ങോട്ട്. അങ്ങനെങ്കിലും അയാൾക്ക് കുറച്ച് സമാധാനം കൂടുതൽ കിട്ടട്ടെ. അയാൾ എന്തൊക്കെ എന്നെ ആക്കിയിട്ട് പോയെന്നറിയോ? നീ കേൾക്കണമായിരുന്നു. അയാൾ ചിരിച്ചും കളിച്ചോണ്ടാ പോയത്. പക്ഷെ സംഭവം നീ ഇപ്പൊ ഹാപ്പിയാണോ? അല്ല അല്ലേ? കൊളസ്ട്രോൾ വന്ന സ്ഥിതിക്ക് ഞാൻ വീട്ടുകാരോട് വിളിച്ചു പറയാൻ പോവാ. അത് വിളിച്ചു പറയും. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എനിക്ക് ജീവിക്കണം. എടാ മണ്ട, ഇതൊക്കെ ഇവിടെ എപ്പ അറിഞ്ഞു? എവിടെയോ ഒന്ന് പിഴച്ചു പോയി.
ഇതാണ് ഒരു രഹസ്യം ഈ വീട് നടക്കത്തില്ല. അണപ്പല്ല് തെറിച്ചു പോയി.